Then continue. When the ray of this bluish light is passed through a prism, a prismത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ a discontinuous line spectrum consisting of several sharp lines is obtained. Such a spectrum is known as line spectrum. അപ്പോൾ നമ്മൾ ഈ ബ്ലൂയിഷ് ലൈറ്റ് റേ ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ സ്പെക്ട്രം കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ ഷാർപ്പ് ലൈൻസ് ബ്രൈറ്റ് ലൈൻസ് ഈസ് ഒബ്റ്റെയിൻ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീരീസ് ഓഫ് ഷാർപ്പ് ലൈൻസ് ആണ് ഇവിടെ കാണുന്നത്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണിത്. കണ്ടെയ്നിങ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് ലോ പ്രഷർ, ലെൻസ്, പ്രിസം, റെക്കോർഡർ. Okay, experiment complete setup another for obtaining the emission spectra of H atoms. Then in 1884, John Balmer examined the emission line spectrum in the visible region. The visible region lulla line spectrum examine chedu and found 4 sharp colored lines in the spectrum and found 4 sharp colored lines. Either sharp colored lines 4 എണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്തു and found 4 sharp colored lines in the spectrum. These were a red line at lambda 656. ഓരോ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഓരോ ലൈനിലും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസിയിലാണുള്ളത്. ബ്ലൂ ഗ്രീൻ ലൈൻ ലാംഡ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ലൈൻ ദെൻ വയലറ്റ് ലൈൻ. അപ്പോൾ ദിസ് സീരീസ് ഓഫ് ലൈൻസ് ഈസ് നോൺ ആസ് ബാമർ സീരീസ്. അപ്പോൾ അങ്ങനെയാണ് ഓരോ സയൻറ്റിസ്റ്റും ഓരോ സീരീസ് ഫേവർ ഓഫ് സയൻറ്റിസ്റ്റ് അവിടെ നെയിം വന്നത്. Balmer analyzed these results and showed that if the spectral lines of H atom are expressed in terms of inverse of wavelength, that is lambda inverse or wave number nu bar, then the visible lines of the hydrogen atom spectrum obey the formula. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാത്രം ഫോർമുലയാണിത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വിസിബിൾ ലൈൻസ് obey the formula 1 by lambda is equal to nu bar. നമുക്ക് ഓൾറെഡി അറിയാം ന്യൂ ബാർ എന്നത് വേവ് ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. അപ്പോൾ 1 by lambda ഈക്വൽസ് ന്യൂ ബാർ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ട് എല്ലാവരും, 109,677. നമ്മൾ ഈ ഇക്വേഷനെ റിഡ്ബർഗ് ഇക്വേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ് into 1 by 2 square minus 1 by n square, where n is an integer equal to or greater than 3, that is n is equal to 3, 4, 5. Then അപ്പോൾ ഇതെന്താണ്, ഈ ഇക്വേഷൻ എല്ലാവരും ബയോട്ട് ചെയ്യണം. if the spectral lines of H atom are expressed in terms of inverse of wavelength lambda inverse or wave number nu bar, then visible lines of hydrogen atom spectrum obey the formula. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ വിസിബിൾ റീജിയനിലുള്ള ലൈൻസ് ഒബേ ചെയ്യുന്ന ഫോർമുല 1 by lambda is equal to, ശരിക്കും ഇത് 10 lakh വരും അല്ലേ, 10,96,077 into 1 by 2 square minus 1 by n square, where n is an integer equal to or greater than 3 ആണ്, equal to or greater than 3. അപ്പോൾ 3യിലും 3യോ അതിൻ്റെ മേലെയോ ആണുള്ളത്, അതായത് എനർജി ലെവൽസ് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സൂൺ ആഫ്റ്റർ ഫോർ അതർ സ്പെക്ട്രൽ ലൈൻസ് ഫോർ ഹൈഡ്രജൻ, other spectral lines for hydrogen were discovered and were named after this. They are discovered as Lyman series in the ultraviolet region, Passion, Bracket and Fun series in the infrared region. അപ്പോൾ ഇത്രയും സീരീസ് ഓഫ് ലൈൻസ് ആണുള്ളത്. ഓരോന്നും അതായത് സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നെയിം ചെയ്തിട്ടുണ്ട്. ലൈമൻ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ. കംപ്ലീറ്റ് അറ്റോമിക് സ്പെക്ട്രം ഹൈഡ്രജൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ലൈൻ സ്പെക്ട്രം ഇൻഫ്രാറെഡ് റീജിയൻ ആണിത്. ഇത് വിസിബിൾ റീജിയൻ ആണ്, ഇത് UV റീജിയൻ ആണ്. വേവ് ലെങ്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രീക്വൻസി ഇങ്ങോട്ടേക്ക് ഡിക്രീസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓരോ സീരീസ് ഉണ്ട്. ഇത് ലൈമൻ സീരീസ്, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫൺ സീരീസ്.